എന്തൊരു വെയിലാണല്ലേ. ഈ വേനൽക്കാലത്ത് ഭയങ്കരമായിട്ട് ദാഹം കൂടുതലായിരിക്കും. ബോഡി ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നന്നായി ദാഹിക്കുന്ന സമയത്ത് എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഫസ്റ്റത്തെ ഒരു ഓപ്ഷനാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ബോട്ടിലായിട്ട് കിട്ടുന്ന ജ്യൂസസ്. ഇതൊരു തെറ്റായ തീരുമാനമാണ്. ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. ശരിക്കും ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് കഴിക്കുന്ന വഴി നിങ്ങളുടെ ദാഹം മാറുന്നുണ്ടോ? ഇല്ല. ഇവിടെ നടക്കുന്നത് ഓസ്മോസിസ് എന്നൊരു എഫക്റ്റ് ആണ്. നമ്മൾ ഹൈ ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് കഴിക്കുന്നത് വഴി നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ഷുഗർ നന്നായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അതുവഴി സെൽസിന്റെ വാട്ടർ കണ്ടന്റ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ പിന്നെയും ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവുന്നു. ഇതാണ് ഓസ്മോസിസ് എഫക്റ്റ്. ചില ഡ്രിങ്ക്സിൽ കഫൈൻ കണ്ടന്റ് ഭയങ്കര കൂടുതലായിരിക്കും. അത് ഈ കിഡ്നീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് യൂറിന്റെ ഔട്ട്പുട്ട് നന്നായി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതുവഴി ഡീഹൈഡ്രേഷൻ വരുന്നു. വേനൽക്കാലത്ത് ഓവറായിട്ടുള്ള സ്വെറ്റിംഗ് കാരണം സോഡിയം, പൊട്ടാഷ്യം എന്നീ ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നുണ്ട്. അത് ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് റീപ്ലേസ് ചെയ്യുന്നില്ല. ഇലക്ട്രോലൈറ്റ്സിന്റെ അഭാവം മൂലം തലകറക്കം, അതുപോലെ തന്നെ മസിൽസിന്റെ വീക്ക്നെസ് എന്നിവയ്ക്കും ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് അമിതമായിട്ട് യൂസ് ചെയ്യുന്നവരിൽ ആദ്യം വരാൻ പോകുന്നത് വെയിറ്റ് ഗെയിൻ ആണ്. ഇത് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നവരിൽ ടൈപ്പ് 2 ഡയബറ്റീസ് റിസ്ക് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ, കാർഡിയാക് ഇഷ്യൂസ് എന്നിവ വരാനായിട്ടും കാരണമാകുന്നുണ്ട്. മാത്രമല്ല ഇതിലുള്ള ഫോസ്ഫോറിക് ആസിഡ് കാൽഷ്യം അബ്സോർപ്ഷൻ നന്നായി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി ബോണിന്റെ സ്ട്രെങ്ത് നന്നായി കുറയുന്നു. കൂടാതെ ഇതിലുള്ള ആസിഡും ഷുഗേഴ്സും ടീത്തിന്റെ ഇനാമൽ നശിപ്പിക്കുന്നു. ഇതിലടങ്ങിയിട്ടുള്ള കാർബൺ ഡയോക്സൈഡും ആസിഡ് കണ്ടന്റും സ്റ്റൊമക്ക് ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നവരിൽ ബ്ലോട്ടിംഗ് ഇഷ്യൂസും ആസിഡിറ്റി എന്നിവ കണ്ടുവരുന്നുണ്ട്. കൂടാതെ ഇത് സ്കിന്നിന്റെയും ഹെയറിന്റെയും ഹെൽത്തിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള പ്രിസർവേറ്റീവ്സും ഷുഗേഴ്സും സ്കിന്നിൽ ഡാമേജ് ആക്കുകയും സ്കിൻ നന്നായി ഡള്ളാക്കുകയും പിമ്പിൾസ് വരുത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഹെയർ ഡാമേജ് ചെയ്യാനും ഹെയർ ഫോൾ കൂടാനും ഇത് കാരണമാവുന്നു. ഇതിന് ഹെൽത്തി ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ വാട്ടർ തന്നെയാണ്. പിന്നീട് വരുന്നത് കരിക്കുവെള്ളമാണ്. അത് നാച്ചുറൽ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് പലരും ബോട്ടിൽഡ് ആയിട്ടുള്ള കരിക്കുവെള്ളമാണ് വാങ്ങി യൂസ് ചെയ്യുന്നത്. അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതിൽ പ്രിസർവേറ്റീവ്സും ഷുഗേഴ്സും എക്സ്ട്രാ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്നത് ലൈം ജ്യൂസ് ആണ്. ഇത് ഒരുപാട് ഷുഗർ ആഡ് ആക്കാതെ കഴിക്കുന്നതായിരിക്കും നമുക്ക് ഹെൽത്തിന് ബെസ്റ്റ്. ഇത് വൈറ്റമിൻ സി ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ബട്ടർ മിൽക്ക് അഥവാ മോരും വെള്ളം. അത് നമ്മുടെ ഡൈജഷൻ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യാനും ഒരു ഫ്രഷ് ഫീൽ തരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് വാട്ടർ ആയിട്ടുള്ള ഫ്രൂട്ട്സും കൂടെ ആഡ് ആക്കുന്നതാണ്. വാട്ടർമെലൺ, മസ്ക് മെലൺ, ഗ്രേപ്സ്, ഓറഞ്ച്, മുസമ്പി എന്നിവ നമുക്ക് ആഡ് ആക്കാം. പക്ഷേ ഇത് ജ്യൂസ് ആയിട്ട് കഴിക്കുന്നതിന് പകരം കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുന്നതാണ് ബെറ്റർ. ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കി കഴിക്കുന്നത് വഴി അതിലുള്ള ഫൈബർ ലോസ് ആവാണ് ചെയ്യുന്നത്. കൂടാതെ ടേസ്റ്റിന് വേണ്ടിയിട്ട് അതിൽ ഷുഗർ ആഡ് ആക്കുന്നുണ്ടായിരിക്കും. അത് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂട്ടാനായിട്ടുള്ള കാരണമാവുന്നുണ്ട്. ഇനി ഇതുപോലെ ദാഹിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് വാങ്ങി യൂസ് ചെയ്യാതെ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂൾ ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് കൂളല്ല, ശരിക്കും കെമിക്കൽ മിക്സ് ആണ്. ഇനിയും ഇതുപോലെയുള്ള കെമിക്കൽ മിക്സ് യൂസ് ചെയ്യാതെ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.